ചെങ്ങൈമാരെ നിങ്ങൾ ഓള് പറയുന്ന കാര്യം മൈൻഡാക്കാൻ നിൽക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കിടന്നാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു 1 ഡേ ട്രിപ്പാണ് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു 1 ഡേ ട്രിപ്പ് അടിക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ശാന്തിഗിരി ആശ്രമത്തിലേക്കാണ്. കക്കോടിയുള്ള ശാന്തിഗിരി ആശ്രമം അഥവാ ലോട്ടസ് ടെമ്പിൾ. അങ്ങനെ ഞാൻ എത്രേനു മുന്നേതാ എൻ്റെ വാലാത്തന്മാർ ഇവിടെ വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം എന്നെ കണ്ടതും കുറച്ച് സ്റ്റോറിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വൺ ഡേ ട്രിപ്പ് പറഞ്ഞിട്ട് മെയിനായതല്ല കേട്ടോ, ഇത് ചെറിയൊരു യാത്രയാണ്. ഞങ്ങൾ കുറച്ച് കാലമായി ഒന്ന് കൂടിയിട്ട്, അപ്പോൾ ഞങ്ങളൊരു യാത്രയാക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു യാത്ര. ഈ പറഞ്ഞ പോലെ പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട് പ്ലാനിങ്, പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവുന്നില്ല. അങ്ങനെ പറഞ്ഞ് അവസാനം ഞങ്ങളൊന്നും നോക്കിയില്ല, അങ്ങോട്ട് സെറ്റാക്കി. രാവിലെ നേരത്തെ കിടക്കേപ്പായിന്ന് എണീക്കാൻ പറ്റാത്ത ടീംസാണ്. ഇപ്പോൾ ട്രിപ്പ് പറഞ്ഞപ്പോൾ 7-ാം പൊലിച്ചൊക്കെ എണീച്ച് മാറ്റി വണ്ടിയെടുത്ത് വന്നിരിക്കുക. അത് പിന്നെ അങ്ങനെയല്ല ആവുള്ളൂ. ഫ്രണ്ട്സ് ഒരു ട്രിപ്പ് പോകാറുന്ന ടീ എന്ന് പറഞ്ഞാൽ മതി, പിന്നെ എല്ലാം ഓണായി. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പോവുക, എൻജോയ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും മഞ്ഞുണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ അങ്ങനെ മനസ്സിലാവുന്നില്ല എന്നുള്ളൂ. ആ ദൂരത്തേക്ക് നോക്കി അങ്ങ് മനസ്സിലാവും, ചെറിയൊരു മോഡല്ലേ. അത് ഞങ്ങളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അവരെ ബാധിച്ചില്ലെങ്കിലും എന്നെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം എൻ്റെ സൗണ്ടൊക്കെ പോയി ഗൈസ് ഈ ഇടങ്ങണിട്ട് നോക്കണണ്ടില്ലേ, ഇവനാണ് ആദുസ്, എൻ്റെ ഫ്രണ്ട് ബിഷുവിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇവൻ ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും കൂടെ വരുന്ന ആളാണ്. ഞങ്ങൾ എവിടെ ട്രിപ്പ് പോകുന്നു, എവിടെ മീറ്റപ്പ് ചെയ്യുന്നു, അതെല്ലാം ഇവൻ സ്മെല്ല് ചെയ്ത് കണ്ടുപിടിച്ച് ഞങ്ങളെ കൂടെ തന്നെ വരും. ചില സമയത്ത് അവൻ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മിസ് ചെയ്യും കേട്ടോ. അടിപൊളിയാണ് ആള്. പിന്നെ അതുമല്ല, ഇയാളും നേരത്തെ എണീറ്റ് ഞങ്ങളെ കൂടെ വന്നിക്കുന്ന വണ്ടിയിൽ, അതും ഈ തണുപ്പത്ത്. അതിപ്പോഴത്തെ കുട്ടികളുടെ സ്പെഷ്യാലിറ്റി തന്നെയാണ് കേട്ടോ. കാരണം ഇപ്രായത്തിൽ നമ്മളൊക്കെ ട്രിപ്പ് എന്നുള്ള ആ ഒരു തോട്ട് തന്നെ നമ്മളെ മൈൻഡിൽ ഉണ്ടാവില്ല. ആ കാര്യത്തിൽ ഇവർ കുറച്ചുകൂടെ ഫോർവേഡാണ് ഇപ്പോൾ. അങ്ങനെ കൂട്ടുകാരെ, ഞങ്ങളിത് ഏകദേശം എത്താനായിട്ടുണ്ട്. ടെമ്പിളിലേക്കുള്ള വേ ആണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞ് ഇപ്പം എത്തും. ഞങ്ങളിതാ ടെമ്പിളിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പം ഇവിടെ റോഡിലൊക്കെ ഭയങ്കര ക്ലീനിങ് ആണ് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർ ഇതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങളിതാ ഇവിടെ ലോട്ടസ് ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ഇനി അവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഞങ്ങളുടെ പട്ടി ഷോ കാണാം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ. ജോർജ് കുളങ്ങരനെ പോലെ പറയും. ഹായ് പറയ്, ഹായ് ഹായ് ഹായ്. അപ്പൊ ഗൈസ്, ആദ്യം നമ്മള് ഗാനക്കാണ് ഞങ്ങള് എന്താണ് അതെ ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഖാന കയ്യേ മോന് കാന വേണ്ട. ഓന് കാന വേണ്ടാത്തത് ഓന് രാവിലെ ഒരു പഴം കഴിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, അടുത്ത് തന്നെ ഉണ്ട്. ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. മോർണിംഗുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ. പക്ഷെ ഞങ്ങൾ ലൈറ്റായിട്ടേ കഴിച്ചിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് പറയിപ്പിക്കാതെ
എനിക്കൊരു ചായ. ഏട്ടാ ഒരു വെള്ളച്ചായ. ചായ കോഫി മാത്രമേ ഉള്ളൂ, എന്നൊന്നും വേണ്ട. കട്ടൻ ചായയാണേ, പാൽച്ചായ അല്ലേ? എടി മോളെ, രാവിലെ തന്നെ ചെറുതിനെ ഒന്ന് വാങ്ങി കൊടുക്കണ്ട കേട്ടാ, ഐസ്ക്രീം ഒന്നും. നോക്കി, ഈ രാവിലെ ബനാന കഴിച്ചല്ലേ, എനിക്ക് വേണ്ടല്ലോ. എനിക്കിത് മതി ചേട്ടാ. എത്ര? ആ, 60 ഇത് മതി. എടി ഇത് നമ്മളെല്ലാരും കഴിക്കാ, നല്ല ടേസ്റ്റാ. ഇതെന്താ എന്നോട് ആരാച്ചേ? ഇല്ല. ആ നമുക്കിത് വേണേനു വേണം. ഫുള്ളി തിന്നോ? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കോഫി, പിന്നെ എള്ളുണ്ട, മുറുക്ക്, അങ്ങനെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ കഴിച്ചു. കാരണം താൽക്കാലികമായിട്ടുള്ള ഒരു വിശപ്പ് മാറ്റാൻ വേണ്ടി വേഗം കഴിച്ച്. എന്താന്ന് മുറുക്ക? അടിയില കൊറേ ആനൊക്കെ ഉള്ള എവിടേക്ക്? എടി വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. എന്തായാലും കണ്ടിട്ട് വിശേഷം പോണം. ഇത് കറുത്ത മീനാ? അപ്പൊ അതോ വല്ലാണ്ട് ബോഡി ഷേമിങ് ചെയ്തോണ്ട് അനക്കത്തില് ഞങ്ങൾ കേസ് എടുക്കുന്നു. ഒരു വെളുത്ത മീനുള്ളതാ, ബാക്കിയൊക്കെ കളർഫുള്ള മോനെ. ഇതിനുണ്ട് കുറച്ച്, പിന്നെ ഇതിനുണ്ട് കുറച്ച്. ഫാമി എള്ളുണ്ടാക്കി എടുത്തോണ്ടി ആരും കേക്കണ്ട തടിച്ചിക്കിടുന്ന്. ആ കോമഡി ആയിരിക്കും. എനിക്ക് തടിച്ചിട്ടില്ല. മുന്താസിനെ ഞങ്ങൾ ഒന്ന് ഊക്കി വിട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഇര മുന്താസാണ്. അപ്പം മുന്താസിൻ്റെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇനി ഓരോരുത്തരെ ഊക്കലൊക്കെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങളിതാ ഈ മനോഹരമായ ലോട്ടസ് ടെമ്പിളിലേക്ക് കയറാൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്താണ് കറക്റ്റ് സമയമാണ് ഞങ്ങളവിടെ എത്തിയത് തന്നെ. നല്ല ഒരു വ്യൂ ആയിരുന്നു. അവിടെ നിന്നിട്ട് പുറത്തുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഷേപ്പ് തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലേ. ശരിക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ അലമ്പാക്കരുത് കേട്ടോ. വന്നിട്ട് ഇവിടെ പീസാണ്. ആണേ സംസാരിക്കാൻ പാടില്ലടാ. ഇവിടെ വന്നിട്ട് നമ്മളിപ്പോ വീഡിയോസോ അതൊന്നും ഇല്ലല്ലോ. അതിന് പ്രശ്നമില്ലല്ലോ. അത് പോയിട്ട് മുണ്ടുവോ? അവിടെ പോയെടുക്കാം. ഇങ്ങനെ നോക്കട്ടെ കൈസ്. ഇവിടെ പീസാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മെല്ലെ സംസാരിക്കുന്നത്.
നമ്മൾ ഈ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള ഭാഗം തന്നെ നല്ല രസമുണ്ട്, നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ പുറത്തുള്ള അതുപോലെ തന്നെ ഉള്ളിലുള്ള ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മെയിൻലി ഞങ്ങൾ വന്ന ടൈമിങ് നൈസായിരുന്നു, ഒരു 8 മണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു ലൈറ്റായിട്ടുള്ള വെയിലിൻ്റെ ആ ഒരു വെളിച്ചമൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ തന്നെ നല്ല പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് പുറത്തത്തെ വ്യൂ ഒക്കെ കാണാം കേട്ടോ. പുറത്തത്തെ വ്യൂ നൈസായിട്ടുണ്ട്, നേരത്തെ പോലെയല്ല. ഇപ്പോൾ വെയിൽ നല്ല രൂക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഈ ലോട്ടസ് ടെമ്പിൾ കാണാൻ നല്ല രസമുണ്ട്. നന്നായിട്ട് ഇങ്ങനെ മിന്നുണ്ട് ആ ഒരു കളറും. ഇത് വേറെ തലവേദന കേട്ടോ. എല്ലാം മോളെ എന്താ എനിക്ക് വെയിൽ തീരെ പറ്റില്ലേ. ഇനി ഞങ്ങൾ അവിടെ ഇരുന്ന് മടുത്തു. ഇനി പുറത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോവുകയാണ്. ആ ദിവസം ദേ ഞങ്ങളെക്കാട്ടി മുന്നേ മണ്ണിലൊക്കെ കളിക്കാൻ തുടങ്ങി. ഇനി ആളെ കിട്ടത്തില്ല. എത്തിച്ചേരുന്ന പുണ്യാള പാപങ്ങൾ അതാ. നിശ അവിടെ പാപങ്ങളൊക്കെ മാറ്റി ശാന്തി ലഭിക്കാനുള്ള ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഗ്യാപ്പിൽ ഇതാ ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പുറത്തത്തെ വ്യൂ നല്ല രസമുണ്ട് കാണാൻ. ചുറ്റോടും ഇതിൻ്റെ ചുറ്റോടുള്ള വ്യൂ നല്ല രസമുണ്ട്. ഒരു റൗണ്ട് പോലെ ആയതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ട് അടിച്ച് കാണാം. ഈ പൂവിന് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇവിടുത്തെ മരത്തിൽ നിന്ന് കിട്ടിയതാണ്. ഈ പൂവ് വെച്ചിട്ടാണ് ഇവിടെ ഒരുത്തീൻ്റെ പട്ടിഷോ മുഴുവൻ. ഒരു സാധനവും വെറുതെ വിടില്ല. അങ്ങനെ നമുക്ക് ഇവിടെ കുറച്ച് പട്ടിഷോ കാണാം. എന്താണ് ആ മുഖത്തിൽ ഐശ്വര്യം? കാരണവന്മാർക്ക് നല്ല കോലമുള്ളതിനോണ്ടേ. അങ്ങനെ ഏകദേശം ഇവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്ന് തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ നല്ല വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ അത്യാവശ്യം കുറച്ച് വീഡിയോസും പിക്സൊക്കെ എടുത്ത് ഇവിടുന്ന് ഒരു എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെയുള്ള ഈ ചേട്ടൻ ഞങ്ങളെ വിളിക്കുന്നത്. എവിടുന്നാണ് വരുന്നതെന്ന് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു. എന്നിട്ട് ഇവിടെ നിൽക്ക് ഞങ്ങൾ ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാറിഞ്ഞിട്ട് മൂപ്പരാണ് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഞങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ഗൈഡ് ഉള്ളത് നല്ലതാണല്ലോ. ഞങ്ങൾ ഇവിടെ നിന്ന് ചുമ്മാ അവിടെ കറങ്ങി അടിച്ച് ഇവിടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോവുകയുള്ളൂ. പക്ഷേ മൂപ്പര് എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടോ. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മെയിൻലി ഇവിടുത്തെ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. പിന്നെ ഇവിടുത്തെ ഈ പുറത്തുള്ള ആ വ്യൂ ഒക്കെ എവിടെയാണ്, ഏതൊക്കെയാണ് സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒറ്റ മലയാണ്, ശ്രദ്ധിച്ചോ? എക്സ്റ്റൻഷൻ പോലും തന്നെ ഇല്ല. തണുപ്പിക്കുന്ന വെയിലുണ്ട്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാവരും ചോദിക്കാൻ അങ്ങനെ ലൊക്കേഷൻ കണ്ടെത്തിയെന്ന്. അപ്പം അത്രയും ഭയങ്കര ഒരു സ്ഥലമായതുകൊണ്ട് ക്ലൗഡും കൂടി നല്ല രസമുള്ള സ്ഥലമാണ്. ചേട്ടൻ്റെ പേര് രാജേഷ്. മാവൂരാണ് സ്ഥലം. ശരിക്കും വയനാട് ചുരത്തുനിന്ന് 7-ാം വളം 9-ാം വളം നമ്മളെ വീട്ടിൽ ഇങ്ങോട്ട് കാണാൻ കഴിയും. ഇതും അത്രയും ഹൈ റേഞ്ച് ആണ്. 1500 ഫീറ്റിൻ്റെ അടുത്ത് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മളെ പറ്റി എന്താ അറിയാം, ശാന്തിരിനെ പറ്റി എന്താ അറിയാം? വന്നാൽ ശരി ജനറൽ നോളജ് ചോദിക്കുക. ശാന്തിരി പോയി മെയിൻലി ഇവിടുത്തെ ബിൽഡിങ്സ് ആണ്. ബാക്കിൽ ചെക്ക് ഷർട്ട് ഉണ്ട്. നിങ്ങൾ ആ ചെക്ക് ഷർട്ട് പോണ കയറുന്നുണ്ടോ? ആളെ കണ്ടോ? അതൊക്കെ ഉണ്ടോ? അവളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താ പറയുക, ശാന്തിരിനെ പറ്റി എന്താ അറിയാം നമ്മൾ പറയും? ഗുരുവിന്റെ ഫോട്ടോ കണ്ടോ? അടുത്ത് പോയി കണ്ടോ? കണ്ടു. ഗുരു ആരാന്ന് ചോദിച്ചോ? ഇവിടെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ആ സമയത്ത്. കരുണാകര ഗുരുവാണ് നമ്മുടെ ഗുരു. ഗുരുവിന്റെ ഛായാചിത്രമാണ് ഇത് കാണുന്നത്. ഇതേപോലെ ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ കാരണം 96-ൽ നമ്മളെ ഗുരു കരുണാകര ഗുരുവിനെ മെയിൻ റോഡ് വഴി പോവുകയായിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ ഇവിടത്തെ പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു. ഇൻസ്റ്റഡിക്ക് ഒന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഗുരു ചൂണ്ടി കാണിച്ചു ലൊക്കേഷൻ. സെക്കൻഡ് ഇയറും കൂടി കിട്ടിയ ലൊക്കേഷൻ. അല്ലാതെ നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി നോക്കിയ ഏരിയയിൽ സർവേ നടത്തിയിട്ടോ കണ്ടെത്തിയിട്ടോ. അതാണ് പ്രത്യേകത. എന്തുകൊണ്ടാണ് അങ്ങനെ ഗുരുവിന് പെട്ടെന്ന് കാണിച്ചു തരാൻ കഴിയുന്നത്? ഗുരുവിൻ്റെ 1000-ഓളം സമാധികൾ ഈ പ്രദേശമുണ്ട് എൻ്റെ അറൗണ്ടായിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ 1000 ജന്മങ്ങൾ ഗുരുണ്ടായത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും പോപ്പുലറായ ആശ്രമമാണ് ഇത് കോഴിക്കോട്. അതാണ് കോഴിക്കോട് പ്രത്യേകത. റീസെൻ്റ് മാട്രം ചാനൽ നടത്തിയ ഒരു സർവേയിൽ കേരളത്തിലെ 10 ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കും. ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി ഇതിലൊന്നാണ്. 1.5 കൊല്ലമായിട്ടുള്ളൂ. നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ നോമ്പ് സമയത്ത് ഇനാഗ്രേഷനിലെത്തി അത്തോളെത്തി നന്മണ്ടെത്തി ബാലുശ്ശേരി ഇത് ഫുള്ള് വയനാടാണ്. തൃശ്ശൂരുള്ള എല്ലാ മീനും സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പിന്നിലെ വലിയ ആർക്കിടെക്റ്റാണ്. നമ്മളനുസരിച്ച് ആർക്കിടെക്റ്റും എഞ്ചിനീയറിംഗ് ഗ്രൂപ്പില്ല. ഈ ഗുരുസ്ഥാനിയെ പറയുന്നതനുസരിച്ച് ഡയറക്ഷൻസ് പ്രകാരം നമ്മൾ സ്വന്തം എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്യണതും തിരുവനന്തപുരത്ത്. ഇതിലൊരു എഞ്ചിനീയർക്ക് ഇവിടുത്തെ സ്വാമി ഇവിടെ ബിടെക്സ് എഞ്ചിനീയറിംഗ് സ്വാമി കാണായിരുന്നു.
അപ്പോൾ അതായതിൻ്റെ പ്രത്യേകത. പിന്നെ ശാന്തി ഏറ്റവും പ്രത്യേകത തോന്നിയത് എന്താ വന്നിട്ട് ശാന്തിക്ക് ജാതി മതമില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ജാതി മതമില്ലായത്? ശാന്തിയിൽ ദൈവമാണ്. ദൈവത്തിന് ഒരിക്കലും ജാതി മതം പ്രപഞ്ചത്തിൽ ആദ്യത്തിലുള്ള എനർജി മാത്രമാണ്. ആ കൺസെപ്റ്റ് ക്ലിയർ ആയാലും നമുക്ക് ദൈവം മറ്റൊക്കെ നമ്മൾ എത്ര ഒരാളാന്നൊക്കെ നമ്മൾ കൺസെപ്റ്റ് വരുന്നത് ഡിഫറൻസ് വരുന്നത്. അതൊരു എനർജി മാത്രമാണ്. ലൈറ്റ് എനർജി ഹീറ്റ് എനർജിക്കോ ജാതി മതമില്ല, പിന്നെ ഈ എനർജിക്ക് ഒരിക്കലും. കാരണം പ്രപഞ്ചത്തിൽ ആദ്യം സൂര്യനും ചന്ദ്രനും ഒന്നുമില്ല, എംറ്റിയാണ്, വെറും എനർജി. പിന്നെ അതൊക്കെ ക്രിയേഷൻസാണ്. അപ്പോൾ ആ എനർജിയാണ് ശാന്തിയിൽ. അതാണ് ജാതി മതമില്ല. ജാതി മതമില്ല കല്യാണം വരെ നടക്കാറുണ്ട്. ക്രിസ്ത്യൻ സന്യാസിമാരുണ്ട്. ഇപ്പോൾ ഇവിടെ മുസ്ലിം വിശ്വാസം. ഞാൻ പറഞ്ഞ ആശാക്ക് അദ്ദേഹം മുസ്ലിമായിരുന്നു, ഇരിക്കുനിക്കാരനാണ്, അടുത്തടുത്ത് വന്നത്. ഞങ്ങൾ അവിടെ തിരുവനന്തപുരത്തിലുണ്ട്. ഇപ്പം ജാതി മതമില്ല കല്യാണം വരെ നടക്കാറുണ്ട്. അപ്പോൾ ആ ലെവലിൽ മൈൻഡ് സെറ്റ് മാറുന്നതുകൊണ്ടാണ്, നിർബന്ധമില്ല ജാതി മതമൊക്കെ നോക്കിയതിന് ശേഷം മൈൻഡ് സെറ്റ് മാറുന്നതുകൊണ്ട് ഗുരുവിൻ്റെ ഗോളും ഫോക്കസും ജാതിയില്ലാത്ത ലോകം എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന ഗ്രാജുവലായിട്ട് 2 ഇയർ ആകുമ്പോൾ, അപ്പോൾ ഏപ്രിലാകുമ്പോൾ 2 ഇയർ ആയി. അപ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങനത്തെ ഒരു റേറ്റിംഗ് വന്നു. എന്തുകൊണ്ട് എന്ത് പ്രത്യേകത വെച്ചാൽ കോഴിക്കോടിൻ്റെ ഭാഗ്യം നമ്മൾ പറയും. കാരണം യുണീക്കായിട്ട് 4 ഫീച്ചേഴ്സ് കോഴിക്കോടുണ്ട്. ഒന്നാമത് ലോട്ടസ്, പിന്നെ ഗുരുവിൻ്റെ ബോഡി വെച്ച് കൊടുത്ത് പ്രധാന ദിവസം തിരുവനന്തപുരത്തുണ്ട്. ഈ 2 സ്ഥലത്തുകളിൽ നിന്നാലും SH പ്രയർ ഹാൾ ഇവിടെ മാത്രം. തിരുവനന്തപുരത്ത് തന്നെ താമര മുട്ടിന് ഷേപ്പാണ്. കാണുന്നുണ്ടോ? താമര മുട്ടിന് ഷേപ്പ്. സൈറ്റിലൊക്കെ ഞങ്ങൾ ഇതാ കാണാം, സൈറ്റിൽ ഇതാ കാണാം. ഇത് വിരിഞ്ഞ താമരയാണ്. അവിടെ പെറ്റൽസ് പുറത്തേക്കാണ്. ഈ ലോട്ടസ് എന്നുള്ള തീം കൊണ്ടുവരാനുള്ള കാരണം നല്ല ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, അവസാനം ചോദിക്കണം. ഞാൻ ഫ്ലോയിൽ പറഞ്ഞില്ല. അപ്പോൾ 4 കാരണം ഞാൻ പറഞ്ഞില്ല. ഒന്ന് ലോട്ടസ്, ആയിരങ്ങൾ വരുന്ന കോഴിക്കോട്. കാരണം മറ്റൊരു ആശ്രമത്തിലും ഇങ്ങനെ പബ്ലിക് വരാറില്ല, കോഴിക്കോട് മാത്രം. തിരുവനന്തപുരത്താണ് പ്രധാന ആശ്രമം, അവിടെയും കൂടി ഇത്ര പബ്ലിക് വരില്ല. അപ്പോൾ മിനിമം 2000+ സൺഡേസ് വരും. നോർമൽ 500 മുതൽ 1000 വരും. സ്പെഷ്യൽ ലൊക്കേഷൻസ് ഒക്കെ തിരിച്ചു പോകും, കയറാൻ കഴിയും. ട്രാഫിക് ബ്ലോക്കൊക്കെ അത്രയും ക്രൗഡ് ഇവിടെ വരുന്നു. പിന്നെ ഇതിൻ്റെ ലോട്ടസും ഗുരുവിൻ്റെ ഫുൾ സൈസ് ഫോട്ടോ ആണ്. അത് ഫസ്റ്റ് ടൈം കോഴിക്കോടാണ്, തിരുവനന്തപുരത്തേക്കുള്ളൂ. പിന്നെ വിശ്വജ്ഞാന മന്ദിരം നമുക്ക് ആദ്യമായിട്ട് കിട്ടി. ഇതിലൊക്കെ വിശ്വജ്ഞാന മന്ദിരം എഴുതിയുണ്ട്. ഇത് മാത്രമായിട്ട് അങ്ങനെ മറ്റുള്ള കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്ട് വൈസേ പറയാറുള്ളൂ, അങ്ങനെ പേരൊന്നുമില്ല. അതായിട്ടും ദേവവാക്ക് ഗുരു കൂടെ കിട്ടുന്നത്. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, ജ്ഞാനം എന്ന് പറയുന്നത് ലോകം ഇവിടെ അറിവിനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബിഗിനിങ് 1000s വരുന്നുള്ള പ്രത്യേകത. പിന്നെ 1927 ഗുരു ആലപ്പുഴയാണ് ജനിക്കുന്നത്. ചെറുപ്പം ആത്മീയ കാര്യത്തിൽ അതുകൊണ്ട് ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ ഗുരു പോയിട്ട് ഫസ്റ്റ് പോകണം ആലുവ അദ്വൈതാശ്രമം എറണാകുളം. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ശേഷം വർക്കല ശ്രീനാരായണ ആശ്രമം ട്രിവാൻഡ്രം, അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ശേഷം ഖുറൈഷി ഫക്കീർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഭാഗത്തിൽ സൂഫി ഭാഗത്തിൽപ്പെട്ട അദ്ദേഹമാണ് ശരിക്കും ഗുരുവിൻ്റെ ഗുരുസ്ഥാനത്തുള്ളത്. 10 കൊല്ലത്തിൽ അദ്ദേഹമാണ് ഗുരുവിന് പറഞ്ഞു കൊടുക്കണം, ഗൈഡ് ചെയ്യണമൊക്കെ. എല്ലാ ഗുരുക്കന്മാർക്ക് അങ്ങനെ ഇനീഷ്യൽ ഒരു സ്റ്റേജസ് ഉണ്ടാവും. സത്യത്തെ അന്വേഷിച്ച് നടക്കുന്ന കാലം എന്ന് പറയും. അതായത് ആത്മീയമായി ഉയർച്ചയ്ക്ക് വേണ്ടി, സ്പിരിച്വൽ എലിവേഷന് വേണ്ടി അവരങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുന്നത്. നമുക്കും അവർ വെറുതെ ട്രാവൽ ചെയ്യാം. പക്ഷേ അവർക്ക് സട്ടിലായിട്ട് അവർ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അവരിങ്ങനെ വാണ്ടർ ചെയ്യാൻ എനിക്ക് തോന്നും. കിട്ടുന്ന ഭക്ഷണം കഴിയും, കിട്ടുന്നിടത്ത് കിടന്നുറക്കും. കടലോരത്തും കുറ്റിക്കാട്ടിൽ കിടന്നുറങ്ങും. അതിന് ശേഷം 10 കൊല്ലത്തിന് ശേഷം അദ്ദേഹം തന്നെ പറയും ഖുറൈഷി ഫക്കീർ സാഹിബാണ് ആത്മീയമായിട്ട്. ലോട്ടസ് ശരിക്കും പറയുകയാണെങ്കിൽ ലോട്ടസ് റെപ്രസെൻറ്റ് സോളാർ സിസ്റ്റം. കാരണം ഇൻസൈഡിൽ സണ്ണാണെങ്കിൽ 9 പില്ലേഴ്സാണ്, 9 ഗ്രഹങ്ങൾ, 12 രാശി എന്ന് പറയും. അസ്ട്രോണമിയിൽ അതുണ്ട് 12 രാശി പ്രസൻറ്റേഷൻ. പിന്നെ ഗുരു പറയുന്നത് ശരിക്കും ആത്മീയമായിട്ട് വളരെ ഉയർന്ന അവസ്ഥയാണ് ലോട്ടസ്. അതാണ് കോഴിക്കോട് ലോട്ടസ് കിട്ടിയെന്നാണ് പറയുന്നത്. നമ്മൾ ദൈവമൊക്കെ കിട്ടും, നമുക്ക് ഡിസൈഡ് സജഷൻ ഒന്നുമില്ല. ഗുരു പറയുകയാണ് കോഴിക്കോട് ലോട്ടസാണ്. അവസാനം വിഷയത്ത് പറയും ലോട്ടസിനെ പറ്റി ഗുരു പ്രതീകാത്മകമായിട്ടൊരു കാര്യം പ്രധാനപ്പെട്ട് പറയുന്നത് വെച്ചാൽ താമര ഏത് ചെളിക്കൊണ്ടിട്ടുണ്ടോ, താമര പരമശുദ്ധമായിരിക്കും, പക്ഷേ ഫ്ലോട്ട് ചെയ്തുകൊണ്ടായിരിക്കും, വലിയ അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ താമര പോലെ ജീവിക്കണം നമ്മൾ. അതായത് നമ്മൾ ജീവിക്കുമ്പം അഡ്വേഴ്സായി സിറ്റുവേഷൻ വരും, മോശപ്പെട്ട സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളേക്ക് ആ മോശത്തിൽ അറ്റാച്ച് ചെയ്യാണ്ട് താമര പോലെ നമ്മൾ ജീവിക്കും. കള്ളു കുടിക്കുന്നവരുടെ കൂടെ പോയി ഞാൻ കള്ളു കുടിച്ചു പോയി, അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്സ് അങ്ങനെയായി. കൈക്കൂലി വാങ്ങുന്നവരെല്ലാവരും ഓഫീസിലെല്ലാവരും എങ്ങനെയാണ് ഞാനും വാങ്ങി ഫോഴ്സ്ഡായി. അതൊന്നും റീസണല്ല. നമ്മൾ ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്ത് നമ്മൾ മോശത്തരല്ലാതെ നിൽക്കണം. താമര അങ്ങനെ ഫ്ലോട്ടിങ്, വലിയ അറ്റാച്ച്മെൻറ്റ് ഇല്ല. അപ്പോൾ എർത്തിലി ബോർഡിനോടൊന്നും വലിയ അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ടെയും നിൽക്കണം. എന്തെങ്കിലാണ് നമ്മൾ എന്താ പറയുക വാരിക്കൂട്ടാണ് വലിയ നമ്മൾ പൈസ എങ്ങനെ ഉണ്ടാക്കണം ഒരു ആഗ്രഹത്തിൽ നമ്മൾ വാരിക്കൂട്ടുന്നില്ല. നമ്മൾ എർത്തിലി ആയിട്ട് അത്രയാകുമ്പോഴാണ്. അല്ലെങ്കിൽ നമുക്ക് അതിലൊക്കെ മിതത്വം പാലിക്കാൻ കഴിയും. വളരെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശുചിത്വമൊക്കെ ജീവിക്കാൻ താമര പോലെ ജീവിക്കണം. ഇതൊരു സിംബോളാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഈ ഒരു ചുരുക്കം സമയം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ലോട്ടസ് ടെമ്പിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കുകയാണ്. നല്ല വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി വീണ്ടും നമ്മൾ ടീ ഷോപ്പിലേക്ക് കയറിയാണ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ലൈറ്റായിട്ടല്ലേ കഴിച്ചേ, അപ്പോൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിലും ഇത്തിരി വെള്ളങ്ങി കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇതെന്താ ഡേ കുടിച്ചോ? ഒരു റോസ് മിൽക്ക് ഏട്ടാ ഇത് ചോളി മിൽക്ക് സർവത്ത്, ഒരു മിന്റ് സർവത്ത് ചോളി.
അടുത്ത കൊല്ലത്തേക്കോ? അടുത്ത കൊല്ലം 12 മാസം ഉണ്ടല്ലോ, ഡിസംബർ വരെ അല്ലേ ഏട്ടാ? എടി ജനുവരി കഴിഞ്ഞടി. അടുത്ത കൊല്ലം 2026 12 മാസം ഉണ്ടല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ കിളിയാണല്ലോ. ആറ്റിലൊക്കെ ഞാൻ വിളിക്കും. ഏട്ടന്റെ റോസ് മിൽക്ക് വന്നില്ലേ? ഞാൻ ആദ്യം പറഞ്ഞ അവൾക്ക് റോസ് മിൽക്ക് കിട്ടി. നിങ്ങൾ ആദ്യം പറയണ്ടേ? ചരിത്രം വരെ കാത്തിക്കില്ലേ ഞാന്? റോസ് മിൽക്ക് ഇല്ലാന്ന് എന്താ തിന്നാന്ന് ഇടുമ്പത് എടുത്തോളി. എന്നാല് റോസ് മിൽക്ക് ഇല്ല, അപ്പൊ മിൽക്ക് സർബത്താക്കാം. അങ്ങനെ തന്നെ പറയൂ. വലിയ വേടിയും വെച്ചിട്ട് ഇത്രയും ലിസ്റ്റും വെച്ചിട്ട് റോസ് മിൽക്ക് ഇല്ല. മറ്റേ എല്ലാരെ പോലത്തെ യൂട്യൂബ് ചാനൽ അതല്ല ഫസ്റ്റ് ചെയ്ത സാധനം റോസ് മിൽക്ക്. അതില്ല ഇവിടെ ചോദിക്കണ സാധനമില്ല. അത് എടുത്ത് വെക്കും നിങ്ങള്. ഉച്ചത്തേക്കുള്ള വിഭവങ്ങളല്ലേ? അതിനി പറയില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഞങ്ങൾ അതൊക്കെ കണക്കാക്കി വരാം. അല്ല, ഞങ്ങൾ എന്നും ഇവിടെ ധ്യാനം കൂടെ. ഇത് സൺഡേ ആണ്. ഈ സൺഡേ എങ്ങനെ എത്തിപ്പെട്ടതാ? എന്തടി തണുപ്പുണ്ടോ? മിൽക്ക് സർബത്ത് വന്നിരിക്കുന്നു. ഇല്ല കേട്ടോ, ഇനി വരില്ല. മിന്റ് വിത്ത് സർബത്ത് നോക്കട്ടെ മിന്റിന്റെ ചോയ എങ്ങനെ? മിന്റ് സർബത്ത് സോഡേ 3 ഷുഗർ കട്ടേട്ടാ. ഷുഗർ ഇടി. എന്താ വയസ്സായി, എനിക്കും വയസ്സായി, വീടിനും വയസ്സായി. സ്ഥലമില്ലാത്തോണ്ട് അവള് കെട്ടിച്ചു വിടാൻ പോവാ. വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലല്ലോ. യൂട്യൂബിൽ എല്ലാവരും കൂടെ അടുത്ത കൊല്ലം എന്റെ കല്യാണം ഉണ്ടാകും. ഗേസ് നിഷ കല്യാണമൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലോട്ടസ് ടെമ്പിൾ പര്യടനം ഇത് അവസാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തേതാണ് കേട്ടോ അവസാനിച്ചത്. ഇനി നമ്മൾ 2 സ്ഥലത്തും കൂടി പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൻ്റെ പിറകെ തന്നെ വരും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബിലോ.